നമ്മൾ പരുന്തിനെ കാണാറില്ലേ? പരുന്ത് നമുക്കറിയാം ഏറ്റവും ഹൈറ്റ്സിൽ പറക്കുന്ന ഒരു ജീവിയാണ് പരുന്ത്. അതിന് നമ്മൾ ഈ കടൽത്തീരത്ത് കാണുമ്പോഴും പിന്നെ തുറസായിട്ടുള്ള സ്ഥലങ്ങളിൽ കാണുമ്പോഴൊക്കെ നമ്മൾ ഈ കാക്ക അതിനായിട്ട് ഓടിച്ച് കൊത്താറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് കാക്ക ഓടിച്ചിട്ട് കൊത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ പരുന്ത് ഹൈറ്റ്സിലേക്ക് പറന്നു പോകുന്നതാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബ്രീതിങ് കപ്പാസിറ്റിയും ഏറ്റവും കൂടുതൽ ഹൈറ്റ്സിൽ പറക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് പരുന്ത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി പൊങ്ങി പോകുന്നതനുസരിച്ച് ഒരു ലെയർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഭൂമിയുടെ ഒരു ലെയർ കഴിയുമ്പോഴത്തേക്ക് ഈ കാക്കയ്ക്ക് ശ്വസിക്കാൻ പറ്റുന്ന കണ്ടീഷൻ പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് മയങ്ങി അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലാതെ താഴെ പോകും കാക്ക. അപ്പോൾ ഇത് തന്നെയാണ് പരുന്തിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തിരിച്ചതിനെ ആക്രമിക്കുന്നൊന്നുമില്ല, അത് അതിൻ്റെ മണ്ടയ്ക്ക് ഇരുന്ന് കൊത്തി കഴിഞ്ഞാൽ അത് ഹൈറ്റ്സിലേക്ക് പോകും. അപ്പോൾ നമ്മളെ ആക്രമിക്കുന്ന ആൾക്കാർ, നമ്മുടെ മാനസികമായിട്ടും ഒക്കെ പഴി ആയിരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ ഈ പഴി പറയുന്ന ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കുറ്റപ്പെടുന്ന ആൾക്കാരൊക്കെ അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരുടെ പുറകിലെ ഇവരെന്തെങ്കിലും കൊണ്ടുവരാറുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതൊക്കെ ശത്രുക്കളെ ഉണ്ടാക്കാനുള്ള ഒരു രീതി തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഹൈറ്റ്സിലേക്ക് പരുന്തിൻ്റെ ഒരു രീതി തന്നെ ആക്കിക്കൊണ്ട് ഏറ്റവും ഹൈറ്റ്സിലേക്ക് പറന്ന് പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം നമുക്ക് മേളിൽ നിന്ന് താഴ്ത്ത് നോക്കി ബൈനോക്കുലർ വെച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റുന്ന പുഴുക്കളെ പോലെ മാറുന്നത്.